ഞാൻ ഒരു പാർട്ടി വെയർ ലുക്ക് തരുന്ന എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്കാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഷിഫോൺ പോലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. നല്ല റെഡ് കളറാണ്. ലൈനിങ്ങിനായിട്ട് ക്രേപ്പ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അതിനായിട്ട് ഇവിടെ ഗോൾഡൻ കട്ട് ബീഡ്സും ആൻറ്റിക് കട്ട് ബീഡ്സും എടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റോൺ യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് കളർ സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഫ്രെയിമും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ക്ലോത്ത് ഫ്രെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനുള്ള ഫ്രെയിമില്ലേ അത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ക്ലോത്തിൽ ഡ്രസ്സിന് ഞാനൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിന് താഴെയായിട്ട് ഒരു 2.5 ഇഞ്ച് വിഡ്ത്തിൽ തിക്കായിട്ടും താഴോട്ട് യോക്ക് പോർഷനിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഈ വർക്ക് കൊടുക്കുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരു ഹെവി ലുക്ക് തരുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഏറ്റവും ചെറിയ സൈസ് നീഡിലാണ് എടുക്കുന്നത്. സെയിം കളർ മെഷീൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. 1 സ്ട്രാൻഡേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലോത്തിൻ്റെ താഴെ നിന്ന് നീഡിൽ കുത്തി എടുത്തിട്ട് അവിടെ ഒരു ഫ്രെയിം വെച്ച് കൊടുക്കുക. എന്നിട്ട് നോർമലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അത് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റോൺ ഒട്ടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അത് ഡ്രൈ ആവാൻ വേണ്ടി സമയം വേണം. അപ്പോൾ ഡ്രൈ ആയിട്ട് വേണം കട്ട് ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് ടൈം ഉള്ളത് കൊണ്ട് സ്റ്റോണൊക്കെ ഫിക്സ് ചെയ്ത് ഡ്രൈ ആയതിന് ശേഷമാണ് കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കണം. ഫ്രെയിം ഫിക്സ് ചെയ്തതിന് ശേഷം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫ്രെയിം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്ക് മാർക്ക് ചെയ്താൽ മാത്രം മതി. നെക്കും ആം ഹോളൊന്ന് മാർക്ക് ചെയ്തിട്ട് യോക്ക് പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് ഫ്രെയിം ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്ന് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഫ്രെയിം ഫിക്സ് ചെയ്ത് സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഗോൾഡൻ കട്ട് ബീഡ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഗോൾഡൻ കട്ട് ബീഡ്സും ആൻറ്റിക് കട്ട് ബീഡ്സും മിക്സ് ചെയ്ത് വരുന്ന രീതിക്കാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഗോൾഡൻ കട്ട് ബീഡ്സ് മൊത്തം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ വരുന്ന ഗ്യാപ്പ് വരുന്ന സ്പേസിലാണ് ആൻറ്റിക് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1 സ്ട്രാൻഡാണ് ത്രെഡ് എടുത്തേക്കുന്നത്. സെയിം ചെറിയ നീഡിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ സ്റ്റോൺ ഫിക്സ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഇടയിലായിട്ടൊക്കെ ഫുള്ളായിട്ട് ഈ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം നീഡിൽ കുത്തി എടുത്തിട്ട് അതിലൊരു കട്ട് ബീഡ് കോർത്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നെക്കിൻ്റെ താഴെ കുറച്ച് പോർഷനിൽ തിക്കായിട്ട് ചെയ്ത് കൊടുക്കണം. താഴോട്ട് കുറച്ച് സ്പേസ് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആൻറ്റിക് കട്ട് ബീഡ്സും സെയിം മെത്തേഡിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഹാഫ് പോർഷനിൽ ഗോൾഡൻ കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ കട്ട് ബീഡ്സിൻ്റെ ഇടയിൽ സ്പേസ് വരുന്നതുണ്ടോ അവിടെ എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൻറ്റിക് കട്ട് ബീഡ്സ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നെക്കിൻ്റെ താഴോട്ട് യോക്ക് പോർഷനിൽ സ്റ്റോൺ മാത്രമേ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അവിടെയും നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് 2 ടൈപ്പ് കട്ട് ബീഡ്സും മിക്സ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണിപ്പോൾ ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുള്ള ലുക്ക്. നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സാണിത്. ഇതിന് ഫുൾ സ്ലീവാണ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ ഇൻവിസിബിൾ സിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.